നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് എവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. യൂറോപ്പിൽ വേനൽ അവധിക്കാലം തുടങ്ങിയതോടെ വിനോദസഞ്ചാരികളുടെ എണ്ണം ദിനം പ്രതി വർദ്ധിക്കുകയാണ്. എന്നാൽ യൂറോപ്യൻ യൂണിയൻ നടപ്പിലാക്കിയ പുതിയ ബോർഡർ പരിശോധനാ സംവിധാനമായ എൻട്രി എക്സിറ്റ് സിസ്റ്റം വിമാനത്താവളങ്ങളിൽ യാത്രക്കാർക്ക് മണിക്കൂറുകളോളം കാത്തു നിൽക്കേണ്ടി വരുന്നതായിട്ടാണ് റിപ്പോർട്ട്. ബ്രിട്ടീഷ് വിനോദസഞ്ചാരികൾ ഉൾപ്പെടെയുള്ള EU ഇതര രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാരാണ് മണിക്കൂറുകൾ നീളുന്ന ക്യൂ കാരണം വലയുന്നത്. മുൻപുണ്ടായിരുന്നതിനേക്കാൾ 3 ഇരട്ടി സമയമാണ് ഇപ്പോൾ ബോർഡർ പരിശോധനകൾക്കായി വിമാനത്താവളങ്ങളിൽ ചെലവഴിക്കേണ്ടി വരുന്നത്. ഷെങ്കൻ മേഖലയിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ യാത്രക്കാർ വിരലടയാളം, ഫേഷ്യൽ സ്കാൻ ഉൾപ്പെടെയുള്ള ബയോമെട്രിക് വിവരങ്ങൾ നൽകേണ്ടതുണ്ട്. യാത്ര കഴിഞ്ഞു മടങ്ങുന്ന സമയത്തും ഈ വിവരങ്ങൾ വീണ്ടും ഒത്തുനോക്കും. ഒരിക്കൽ രേഖപ്പെടുത്തുന്ന ഈ ബയോമെട്രിക് വിവരങ്ങൾക്ക് 3 വർഷത്തെ സാധുതയാണ് ഉള്ളത്. വേനൽക്കാല യാത്രാ തിരക്ക് മൂർധന്യത്തിൽ എത്തുമ്പോൾ ചില വിമാനത്താവളങ്ങളിൽ ബോർഡർ പരിശോധനകൾക്കായുള്ള കാത്തിരിപ്പ് സമയം 6 മണിക്കൂർ വരെ നീണ്ടേക്കാമെന്ന് ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. EUവിന്റെ പുതിയ സിസ്റ്റം കാരണം യാത്രക്കാർ വിമാനത്താവളങ്ങളിൽ കൂടുതൽ സമയം മുൻകൂട്ടി കരുതണമെന്ന് പ്രമുഖ വിമാന കമ്പനിയായ റയാൻ എയറും അറിയിച്ചിട്ടുണ്ട്. അതേസമയം പുതിയ ബയോമെട്രിക് സംവിധാനത്തിലെ തടസ്സങ്ങൾ ഒഴിവാക്കി സമാധാനപരമായി സന്ദർശിക്കാൻ കഴിയുന്ന 10 യൂറോപ്യൻ രാജ്യങ്ങളുടെ പട്ടികയാണ് ഇനി പറയുന്നത്. സൈപ്രസ് EU അംഗമാണെങ്കിലും പൂർണ്ണമായും ഷെങ്കൻ മേഖലയിൽ ഉൾപ്പെടാത്തതിനാൽ ഇവിടെ ESQ സിസ്റ്റം ഇല്ല. അയർലൻഡ് ബ്രിട്ടനോട് ചേർന്ന് നിൽക്കുന്ന അയർലൻഡ് ഷെങ്കൻ ES സംവിധാനം നടപ്പിലാക്കുന്നില്ല. അൽബേനിയ യൂറോപ്പിന്റെ രഹസ്യ മനോഹര തീരം എന്നറിയപ്പെടുന്ന അൽബേനിയയിൽ ES തടസ്സങ്ങൾ ഇല്ല. ബോസ്നിയ ഹെർസഗോവിന, നോർത്ത് മാസിഡോണിയ, മോൾഡോവ, മോണ്ടെനെഗ്രോ, കൊസവോ, സെർബിയ, ഇതുകൂടാതെ യുണൈറ്റഡ് കിങ്ഡം എന്നിവയാണ് ഷെങ്കൻ മേഖലയ്ക്ക് പുറത്തുള്ള നിയന്ത്രണങ്ങൾ ഇല്ലാത്ത രാജ്യങ്ങൾ. ജർമ്മനിയിലെ 5400 റെയിൽവേ സ്റ്റേഷനുകളിലും ഒക്ടോബർ 15 മുതൽ മദ്യപാനത്തിന് പൂർണ്ണ നിരോധനം ഏർപ്പെടുത്താൻ ഡോയ്ച്ചെ ബാൻ തീരുമാനിച്ചു. സ്റ്റേഷൻ പ്ലാറ്റ്ഫോമുകളിലും ഹാളുകളിലും മദ്യപിക്കുന്നത് ഇനി മുതൽ കർശനമായി തടയും. പ്രവാസികൾ ഉൾപ്പെടെയുള്ള ലക്ഷക്കണക്കിന് യാത്രക്കാരുടെയും ജീവനക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കാനും സ്റ്റേഷനുകളിലെ ക്രമസമാധാനം നിലനിർത്താനുമാണ് ഈ കടുത്ത നടപടിയെന്ന് റെയിൽവേ ചീഫ് എവലിൻ പല്ല വ്യക്തമാക്കി. റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമുകളിലും ഹാളുകളിലുമായിരിക്കും പൂർണ്ണ നിരോധനം. സ്റ്റേഷനുകൾക്കുള്ളിലെ ഔദ്യോഗിക റെസ്റ്റോറന്റുകൾക്കും ബാറുകൾക്കും ഇത് ബാധകമല്ലതാനും. തുറക്കാത്ത മദ്യക്കുപ്പികൾ ബാഗുകളിൽ കൊണ്ടുപോകുന്നതിന് തടസ്സമില്ല. നിയമം ലംഘിക്കുന്നവരെ ഉടനടി സ്റ്റേഷനിൽ നിന്ന് പുറത്താക്കും. വീണ്ടും ലംഘിച്ചാൽ സ്ഥിരമായി പ്രവേശന വിലക്ക് ഏർപ്പെടുത്തും. കഴിഞ്ഞ വെള്ളിയാഴ്ച ബാഡൻ-വുർട്ടംബർഗിൽ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ ടിക്കറ്റ് പരിശോധനയ്ക്കിടെ മദ്യപിച്ച യാത്രക്കാരൻ ടിക്കറ്റ് എക്സാമിനറെ ആക്രമിച്ചതിനെ തുടർന്നാണ് 26-കാരനായ റെയിൽവേ സുരക്ഷാ ജീവനക്കാരൻ ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് തള്ളിയിട്ട് ഗുരുതരമായി പരിക്കേറ്റത്. ഈ ദാരുണ സംഭവത്തിന് പിന്നാലെയാണ് റെയിൽവേ കടുത്ത തീരുമാനത്തിലേക്ക് എത്തിയത്. ഫ്രാങ്ക്ഫർട്ട്, ഹാംബുർഗ്, കൊളോൺ തുടങ്ങിയ വൻ നഗരങ്ങളിലെ 30ഓളം പ്രധാന സ്റ്റേഷനുകളിൽ നിലവിൽ ഈ നിരോധനമുണ്ട്. ജർമ്മനിയിലെ ട്രിയർ സർവകലാശാലയെയും നഗരത്തെയും നടുക്കത്തിലാഴ്ത്തി ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ 2ാമത്തെ കൊലപാതകവും ഉണ്ടായി. 22-കാരനായ വിദ്യാർത്ഥി കൊല്ലപ്പെട്ട് ദിവസങ്ങൾ മാത്രം പിന്നിടുമ്പോഴാണ് 29-കാരിയായ വിദ്യാർത്ഥിനിയെ സ്വന്തം ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പെൺകുട്ടിയുടെ ശരീരത്തിലേറ്റ പരിക്കുകൾ കൊലപാതകമാണെന്ന് പോലീസ് അറിയിച്ചു. ഞായറാഴ്ച മകളെ കാണാനില്ലെന്ന് ചൂണ്ടിക്കാട്ടി മാതാവ് പോലീസിൽ പരാതി നൽകിയിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പെൺകുട്ടിയെ സ്വന്തം താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ പ്രതികളെക്കുറിച്ചോ കൊലപാതകത്തിന് പിന്നിലെ കാരണങ്ങളെക്കുറിച്ചോ നിലവിൽ വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. പോലീസ് അന്വേഷണം ഊർജിതമായി പുരോഗമിക്കുകയാണ്. വിദ്യാർത്ഥിനിയുടെ ദാരുണമായ വിയോഗത്തിൽ ട്രിയർ യൂണിവേഴ്സിറ്റി അധികൃതർ കടുത്ത ഞെട്ടലാണ് രേഖപ്പെടുത്തിയത്. ഒരു വിദ്യാർത്ഥി കൊല്ലപ്പെട്ട ദിവസങ്ങൾക്കകം ഉണ്ടാകുന്ന ഈ 2ാമത്തെ സംഭവം യൂണിവേഴ്സിറ്റി സമൂഹത്തെ ഒന്നാകെ വലിയ ആഘാതത്തിൽ ആഴ്ത്തിയിരിക്കുകയാണ്. കഴിഞ്ഞയാഴ്ചയാണ് യൂണിവേഴ്സിറ്റി കാമ്പസിന് സമീപം വെച്ച് 22-കാരനായ ചരിത്ര വിദ്യാർത്ഥി ക്രൂരമായി കുത്തേറ്റ് കൊല്ലപ്പെട്ടത്. ഈ കേസിൽ അഫ്ഗാനിസ്ഥാൻ സ്വദേശിയായ 22-കാരനായ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡിൽ വിട്ടിരിക്കുകയാണ്. ഇതിനിടെയാണ് നഗരത്തെ ഭീതിയിലാഴ്ത്തി 2ാമത്തെ കൊലപാതകവും അതും വിദ്യാർത്ഥിനിയുടെ കൊലപാതക വാർത്തയും പുറത്തു വരുന്നത്. ഈ അടുത്ത കാലത്തായി നിരവധി മലയാളി വിദ്യാർത്ഥികൾ ഈ സർവകലാശാലയിൽ പഠനത്തിനായും എത്തിയിട്ടുണ്ട്.
ജർമ്മനിയിൽ താൽക്കാലികമായി നിർത്തിവച്ചിരുന്ന KfW ഹീറ്റ് പമ്പ് സബ്സിഡി അപേക്ഷകൾ പുതിയ നിബന്ധനകളോടെ വീണ്ടും ആരംഭിച്ചു. പ്രധാനമായും കുറഞ്ഞ വരുമാനമുള്ള കുടുംബങ്ങൾക്ക് കൂടുതൽ ആനുകൂല്യം ലഭിക്കുന്ന രീതിയിലാണ് പുതിയ മാറ്റങ്ങൾ ചെയ്തിരിക്കുന്നത്. അടിസ്ഥാന സബ്സിഡി അതായത് ഗ്രൂണ്ട് ഫോർഡറും 30% തുടരുമെങ്കിലും ലഭിക്കാവുന്ന പരമാവധി തുക അതായത് ഫോർഡർ ഹേസ്റ്റ് ബെട്രാക്ക് 30,000 യൂറോയിൽ നിന്ന് 28,000 യൂറോയായി കുറച്ചു. ഘട്ടം ഘട്ടമായുള്ള കുറവ് 2027 ഫെബ്രുവരി 1 മുതൽ ഓരോ 6 മാസത്തിലും പരമാവധി സബ്സിഡി തുക 750 യൂറോ വീതം കുറയും. 2030 ഓഗസ്റ്റോടെ ഇത് 20,000 യൂറോ ആയി ചുരുങ്ങും. പഴയ ഹീറ്റിംഗ് സിസ്റ്റങ്ങൾ മാറ്റി വേഗത്തിൽ ഹീറ്റ് പമ്പിലേക്ക് മാറുന്നവർക്ക് നൽകിയിരുന്ന ബോണസ് 20% നിന്ന് 16% കുറച്ചു. 2027 ഫെബ്രുവരി മുതൽ ഓരോ 6 മാസത്തിലും ഇത് 4% വീതം കുറഞ്ഞ് 2028 ഓഗസ്റ്റ് 1 പൂർണ്ണമായും നിർത്തലാക്കും. നാച്ചുറൽ റിഫ്രിജന്റുകൾ ഉപയോഗിക്കുന്ന ഹീറ്റ് പമ്പുകൾക്കായുള്ള 5% എഫിഷ്യൻസി ബോണസും ബയോമാസ് പ്ലാന്റുകൾക്കുള്ള 2,500 യൂറോയുടെ എമിഷൻ ബോണസും പൂർണ്ണമായി ഒഴിവാക്കി. EU നിർമ്മിത ഹീറ്റ് പമ്പുകൾക്കുള്ള വാല്യൂ അഡീഷണൽ ബോണസ് തുടരും. അതേസമയം വരുമാനം കുറഞ്ഞ കുടുംബങ്ങൾക്ക് വൻ ആനുകൂല്യമാണ് ലഭിക്കുക. വീട്ടിലുള്ള ഓരോ പ്രായപൂർത്തിയാകാത്ത കുട്ടിക്കും വാർഷിക നികുതി വരുമാനത്തിൽ നിന്ന് 10,000 യൂറോ ഇളവ് ലഭിക്കും. ഉദാഹരണത്തിന് 40,000 യൂറോ വരുമാനവും ഒരു കുട്ടിയുമുള്ള കുടുംബത്തിന്റെ വരുമാനം 30,000 യൂറോ ആയി പരിഗണിക്കും. വരുമാനം അടിസ്ഥാനമാക്കിയുള്ള ബോണസ് 40% വരെ ഉയർത്തിയിട്ടുണ്ട്. ഇത് ഷോർട്ടായി പറഞ്ഞാൽ 30,000 യൂറോ വരെ 40% ബോണസും 40,000 യൂറോ വരെ 30% ബോണസും 50,000 യൂറോ വരെ 10% ബോണസുമാണ് ലഭിക്കുക. വരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ബോണസ് ലഭിക്കുക. അതുകൊണ്ട് തന്നെ പുതിയതായി വീട് വാങ്ങിയിട്ടുള്ളവർ, പ്രത്യേകിച്ച് മലയാളികൾ, ഹീറ്റ് പമ്പിലേക്ക് മാറാൻ പദ്ധതി ഇടുന്നവർ ഭാവിയിലേക്ക് നീട്ടിവെക്കാതെ എത്രയും വേഗം അപേക്ഷിക്കുന്നതായിരിക്കും കൂടുതൽ ലാഭകരം. മലയാളി വിദ്യാർത്ഥി ജർമ്മനിയിൽ അപകടത്തിൽ മരിച്ചു. ജർമ്മനിയിലെ സാക്സൺ സംസ്ഥാനത്തിലെ ഫ്രൈബർഗ് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിൽ MS വിദ്യാർത്ഥിയായിരുന്ന അനന്തു മോഹൻ എന്ന 29-കാരനാണ് ട്രെയിൻ തട്ടി മരിച്ചത്. ദാദ്ര നഗർ ഹവേലിയിൽ താമസിക്കുന്ന പത്തനംതിട്ട റാന്നി കരികുളം സ്വദേശിയുമായ പരേതനായ മോഹൻകുമാറിന്റെയും ബിന്ദു മോഹന്റെയും മകനാണ് അനന്തു മോഹൻ. സഹോദരി നവമി. റാന്നി കരികുളം തേവാങ്കര കുന്നക്കാട്ട് കുടുംബാംഗമാണ് പരേതൻ. സംസ്കാരം ജൂലൈ 23 വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് 12 മണിക്ക് ആറന്മുളയിലുള്ള തറവാട്ട് വീട്ടുവളപ്പിൽ അന്ത്യകർമ്മങ്ങളെ തുടർന്ന് നടക്കും. അനന്തുവിന്റെ മൃതദേഹം ജർമ്മനിയിലെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി ജൂലൈ 21 ചൊവ്വാഴ്ച രാത്രി ഫ്രാങ്ക്ഫർട്ട് വിമാനത്താവളത്തിൽ നിന്നും എയർ ഇന്ത്യ വിമാനത്തിൽ ന്യൂഡൽഹി വഴി ജൂലൈ 23 രാത്രി 1:20 കൊച്ചി നെടുമ്പാശ്ശേരിയിൽ എത്തിച്ച് ബന്ധുക്കൾ ഏറ്റുവാങ്ങി സ്വഭവനത്തിലെത്തിച്ച് അന്തിമോപചാരം അർപ്പിക്കും. ബെർലിനിലെ ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥർ അനന്തുവിന്റെ സഹപാഠിയും സുഹൃത്തുമായ സൗരഭ് നിഗം, അനന്തുവിന്റെ ഗുജറാത്തിലുള്ള അമ്മാവൻ RK നായർ എന്നിവർക്കൊപ്പം നടപടിക്രമങ്ങളുടെ ഓരോ ഘട്ടത്തിലും കൃത്യമായ വിവരങ്ങൾ നൽകി ഏറെ സജീവമായ ജർമ്മനിയിൽ നിന്നുള്ള ലോക കേരള സഭാ അംഗം ജോസ് കുമ്പളവേലിൽ, വേൾഡ് മലയാളി കൗൺസിൽ ജനറൽ സെക്രട്ടറി ക്രിസ്റ്റഫർ വർഗീസ് എന്നിവരാണ് മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ഏകോപിപ്പിച്ചത്. പൂർണ്ണ സൗജന്യമായാണ് ഭൗതിക ശരീരം നാട്ടിലെത്തിക്കാനുള്ള ക്രമീകരണങ്ങൾ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം നേരിട്ട് നിർവഹിച്ചത്. കൂടാതെ ദാദ്ര നഗർ ഹവേലി അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേൽ, BJP പ്രസിഡന്റ് മഹേഷ് അഗരിയ എന്നിവർ വിദേശകാര്യ മന്ത്രാലയവുമായി നേരിട്ട് ബന്ധപ്പെട്ട് ആവശ്യമായ ഏകോപനങ്ങൾ നടത്തി. മന്ത്രാലയത്തിലെ മുൻ PS സോഹൻലാൽ ജിയുമായി ചേർന്ന് പൂർണ്ണ പിന്തുണ നൽകാൻ മുൻ മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ, കേരള വൈദ്യുതി വകുപ്പ് മുൻ മന്ത്രി K കൃഷ്ണൻകുട്ടി എന്നിവരുടെ ഇടപെടലുകളും സഹായങ്ങളും നിസ്തുലമായി. കേസ് അന്വേഷിച്ച ജർമ്മൻ പോലീസ് വകുപ്പ് എംബാമിംഗ് നടപടികളും കാർഗോ ക്രമീകരണങ്ങളും കൃത്യമായി പൂർത്തിയാക്കിയ കെയർ ടേക്കർമാർ എന്നിവരുടെയും ദ്രുതഗതിയിലുള്ള പ്രവർത്തനവും എടുത്തു പറയേണ്ടതാണ്. അനന്തുവിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ ജന്മനാട്ടിലേക്ക് അയക്കാൻ സഹായിച്ച എല്ലാവർക്കും, അധികൃതർക്കും അനന്തുവിന്റെ കുടുംബവും സുഹൃത്തുക്കളും ഹൃദയം നിറഞ്ഞ നന്ദിയും രേഖപ്പെടുത്തി. അനന്തു മോഹന്റെ ആകസ്മിക വേർപാടിൽ പ്രവാസി ഓൺലൈൻ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. പരീക്ഷാ ചോർച്ചാ വിവാദത്തിലും വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾക്ക് നേരെ ഉണ്ടായ പോലീസ് അതിക്രമങ്ങളിലും പ്രതിഷേധിച്ച് പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തിയതിനെ തുടർന്ന് കസ്റ്റഡിയിലെടുത്ത കോൺഗ്രസ് നേതാക്കളെയും പ്രവർത്തകരെയും ഡൽഹി പോലീസ് വിട്ടയച്ചു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ, പ്രിയങ്ക ഗാന്ധി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്.
ബ്രിട്ടന്റെ പുതിയ പ്രധാനമന്ത്രി ആൻഡി ബേർണാം പ്രഖ്യാപിച്ച മന്ത്രിസഭയിൽ ഇന്ത്യൻ വംശജരും ഇടം പിടിച്ചു. ബീഹാർ സ്വദേശിയായ കനിഷ്ക നാരായണൻ, ബംഗാളിൽ കുടുംബപേരുള്ള ലിസ നന്ദി എന്നിവരാണ് ബേർണാം ടീമിൽ ഇടം നേടിയത്. കനിഷ്ക നാരായണൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മന്ത്രിയായി നിയമിതനായപ്പോൾ സാംസ്കാരിക മാധ്യമം കായിക വകുപ്പ് മന്ത്രിയായി ലിസ. 36-കാരനായ കനിഷ്ക നാരായണൻ വെയിൽസിൽ നിന്നുള്ള ആദ്യത്തെ ഇന്ത്യൻ വംശജനായ പാർലമെന്റ് അംഗമാണ്. കെയർ സ്റ്റാർമറുടെ മന്ത്രിസഭയിൽ ജൂനിയർ മന്ത്രിയായിരുന്നു. കെയർ സ്റ്റാർമർ മന്ത്രിസഭയിൽ അംഗമായിരുന്ന ലിസയെ ബേർണാം തന്റെ ടീമിൽ ഉൾപ്പെടുത്തുകയായിരുന്നു. ഡിജിറ്റൽ സേവനങ്ങളുടെ അധിക ഉത്തരവാദിത്വവും ഇവർക്ക് നൽകിയിട്ടുണ്ട്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചുകൊണ്ട് നമസ്കാരം.